കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ വണ്ടികളിവിടെ നശിക്കുന്നതിനെ പോലെ തന്നെ കർണാടകയിൽ ദാണ്ട ഇവിടെ ഒരു ട്രാഫിക് പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ ഞാൻ കണ്ടൊരു വണ്ടിയാണിത്. കേരള പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ വണ്ടി ഇറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ കർണാടക സ്റ്റേഷനിൽ KL വണ്ടി വീണ് കഴിഞ്ഞുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അയാൾ മടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ഇട്ടിട്ട് പോയത്. വണ്ടി കുറേ നാളായിരുന്നു ഒന്ന് കിടക്കാൻ തുടങ്ങിയിട്ട്. കാരണം എന്താ, ഇവിടെ എല്ലാം തുരുമ്പ് കയറി തുടങ്ങി, ഇവിടെയൊക്കെ ഫുള്ള് തുരുമ്പ് കയറി തുടങ്ങി. പക്ഷെ സ്റ്റോക്ക് കണ്ടീഷനിലൊരു വണ്ടി നോക്കെ, ഒരു ബോധവും ഇല്ലാതെ, ഒരു നാണവും മാനവും ഇല്ലാതെ വണ്ടിയുടെ മുകളിൽ കൊണ്ടുവന്ന് ഹെൽമെറ്റ് വെച്ച് ചെയ്തേക്കുന്ന പണികൾ കണ്ടില്ലേ. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇത്തിരിയെങ്കിലും ഒരു ഇത് വേണ്ടേ. സ്റ്റിയറിങ്ങിൻ്റെ മുകളുകളെല്ലാം പൂപ്പലായി തുടങ്ങിയതാണ്ട് ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് കിടക്കുന്നത് ഇപ്പോൾ കിടക്കുന്ന അവസ്ഥ. കേരളമാണെങ്കിലും എവിടെ പോയാലും ഇങ്ങനെ വണ്ടികൾ കിടന്ന് നശിക്കുന്നുണ്ട്. ഗവൺമെൻറ് അതിനെതിരെയുള്ള ഒരു സംഭവം എടുക്കുന്നില്ല. ഒരു 2-3 മാസം കഴിഞ്ഞ് കേസിൽ നിന്ന് ഊരുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്നിൽ ലേലം വിളിച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും ഈ വണ്ടി ഇങ്ങനെ കിടക്കത്തില്ലായിരുന്നു. ഏതൊരു വണ്ടിപ്രാന്തനും ആഗ്രഹിക്കുന്ന ഒരു വണ്ടിയാണ് താറെന്നൊക്കെ പറയുന്നത്. ബൈ.